ലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഒരു 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകം ഒന്ന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. ഓക്കെ, ജാതി ഒന്ന്, മതം ഒന്ന്, കുലം ഒന്ന്, ലോകമൊന്ന്, ഇത് വൈകുണ്ഠ സ്വാമികൾ പറഞ്ഞതാണ്. ഇനി കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് ആര്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥാ ഗ്രന്ഥമാണ്? മന്നത്ത് പത്മനാഭൻ. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത പ്രക്ഷോഭം? ആറ്റിങ്ങൽ കലാപം. അപ്പോൾ ഇവിടെ സംഘടിത പ്രക്ഷോഭം എന്നാണ് ആറ്റിങ്ങൽ കലാപം. ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവം ചോദിച്ചിട്ടുണ്ട്, അത് ആറ്റിങ്ങൽ കലാപമല്ല, മറിച്ച് അഞ്ച് തെങ്ങ് കലാപമാണ്. ഇത് ആറ്റിങ്ങൽ കലാപമാണ്. ഓക്കെ, ആ ഒരു കൺഫ്യൂസിങ് ഒഴിവാക്കുക. ഇനി ശുചിത്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ മഹാരാജാവ്? ശ്രീ സ്വാതി തിരുനാൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ വിപ്ലവകാരി ആര്? വൈകുണ്ഠ സ്വാമികൾ. കുഞ്ഞൻപിള്ള എന്ന യഥാർത്ഥ നാമധേയമുള്ള കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രധാനി ആരായിരുന്നു? ചട്ടമ്പി സ്വാമികൾ. കേരള നവോത്ഥാനത്തിൻ്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ശ്രീനാരായണ ഗുരു. ഈഴവരുടെ രാഷ്ട്രീയ നേതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ പി പൽപ്പു. ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ പ്രയോക്താവ് ആര്? ടി കെ മാധവൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? ആഗമാനന്ദ സ്വാമികൾ. ഈഴവരെയും പുലയരെയും ഒന്നിച്ചിരുത്തി മിശ്രഭോജനം സംഘടിപ്പിച്ചതാര്? സഹോദരൻ അയ്യപ്പൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് സഞ്ചാര സ്വാതന്ത്ര്യമില്ലാതിരുന്ന കാലത്ത് വില്ലുവണ്ടി യാത്ര നടത്തിയ സാമൂഹിക പരിഷ്കർത്താവ്? അയ്യങ്കാളി. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ? കെ കേളപ്പൻ. കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി എന്നത് ആരുടെ രചനയാണ്? എ കെ ഗോപാലൻ. 1913 ചരിത്ര പ്രാധാന്യമുള്ള കായൽ സമ്മേളനത്തിന് നേതൃത്വം വഹിച്ച മഹത് വ്യക്തി ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ. ചാന്നാർ കലാപത്തിൻ്റെ ലക്ഷ്യമെന്തായിരുന്നു? മാറുമറയ്ക്കാനുള്ള അവകാശം. തിരുവിതാംകൂറുകാർക്ക് എന്നത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ്? മലയാളി മെമ്മോറിയൽ. തിരുവിതാംകൂർ കർഷകരുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന പ്രഖ്യാപനം ഏത്? പണ്ടാര പാട്ടവിളംബരം. 20 ക്വസ്റ്റ്യൻ നമ്മൾ ഇതുവരെ കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു 20 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഇനിയും ഇതുപോലെ വേണ്ടപ്പെട്ട ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.